പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. പ്രിയ മക്കളെ, നാം അന്വേഷിക്കേണ്ടത് ഉയരത്തിലുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ സ്വർഗത്തിലാകുവാൻ വേണ്ടുന്നതായ കാര്യങ്ങളെക്കുറിച്ച് അത് പറയുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇവിടെ പറയും 3-ാം വാക്യത്തിൽ, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പ്രിയ മക്കളെ, അതുകൊണ്ട് നാം ഉയരത്തിലുള്ള ചിന്താഗതിയിലേക്ക് നമ്മുടെ മനോഭാവങ്ങൾ ആയിത്തീരേണ്ടത് അത്യാവശ്യമാണ്. ഇന്നെന്താ, ലോകകാര്യങ്ങളൊക്കെ ഹല്ലേലൂയ അന്വേഷിക്കുകയാണ്. നാം ആത്മീയ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരായിരിക്കണം. പ്രിയ മക്കളെ, ലോകകാര്യങ്ങൾക്ക് നാം മുൻതൂക്കം കൊടുക്കാതെ ആത്മീയ കാര്യങ്ങൾക്ക് നാം മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കണം. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. എല്ലാവരും അധികാരത്തിനും ഹല്ലേലൂയ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ലോകത്തിലുള്ളതൊക്കെ ചിന്തിച്ചു നടക്കുമ്പോൾ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും അധികാരമുള്ള യേശു അപ്പനിലാണ് നാം ആശ്രയം വെക്കേണ്ടത്. ഹല്ലേലൂയ. അവിടെ ആശ്രയം വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. മത്തായി സുവിശേഷം 7-ൽ പറയുന്നുണ്ട്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പ്രിയമക്കളെ, അന്വേഷിക്കുന്നവർക്കാണ് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ അന്വേഷണം ദൈവഗീതത്തിന് അനുസരണമായിരിക്കണം. ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്നവരായിരിക്കണം. മത്തായി സുവിശേഷം 6:33 പറയുന്നുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. പ്രിയമക്കളെ, നമ്മൾ ഹല്ലേലൂയ അവന്റെ കർത്താപ്പച്ചന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവരായിരിക്കും. ഇന്നെന്താണ്, നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഭൂമിയിലുള്ളത് നമുക്ക് എന്തൊക്കെ നേടുവാൻ സാധിക്കുമോ അതാണ് നാം അന്വേഷിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വിടണം, നമുക്ക് എങ്ങനെ സാമ്പത്തികമായിട്ട് വളരുവാൻ സാധിക്കും, നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയൊക്കെ ചെയ്യണം, അതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ ആത്മീയ കാര്യത്തിന് വേണ്ടുന്നതായ മുൻതൂക്കം നമ്മൾ മറ്റു രീതിയിൽ, അതായത് പിന്നീടാണ് കൊടുക്കുന്നത്. ഇവിടെ പറയാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കും. ലൂക്കോസ് സുവിശേഷം 12:31 പറയുന്നുണ്ട്, അവന്റെ രാജ്യം അന്വേഷിക്കുവീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇത് കിട്ടും. നോക്ക്, ഹല്ലേലൂയ, ഉറപ്പിച്ചു പറയാ. അവൻ കർത്താപ്പച്ചൻ്റെ ആ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടുന്നതെല്ലാം കർത്താപ്പച്ചൻ ഹല്ലേലൂയ നമുക്ക് നൽകി തരും. അപ്പൻ്റെ സന്നിധിയിലാണോ, കർത്താപ്പച്ചനെ ഹല്ലേലൂയ ആശ്രയിച്ചാണോ നാം അന്വേഷിച്ചാണോ നാം ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ആവശ്യത്തിന്മേലും ദൈവത്തിൻ്റെ അത്ഭുതകരം കാണുവാൻ ഇടയായിത്തീരും. ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രയാസവേളകൾ കടന്നു വരുമ്പോഴും അവരുടെ ഭവനത്തിലെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 37:25 പറയുന്നുണ്ട്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല, നമ്മുടെ അപ്പൻ നമ്മെ പട്ടിണി കിടത്തില്ല, നമ്മുടെ അപ്പൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതായ കാര്യങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കാതിരിക്കില്ല. പ്രിയ മക്കളെ, എന്ത് വേണമെങ്കിലും നമുക്ക് വേണ്ടി അപ്പൻ ചെയ്തു തരും. എന്ത് ചെയ്യണം? നാം അപ്പനിലായിരിക്കണം നമ്മുടെ ആശ്രയം, നാം അന്വേഷിക്കുന്ന അപ്പൻ്റെ മുഖത്തേക്കായിരിക്കണം. ഹല്ലേലൂയ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായിരിക്കണം. ലൂക്കോസ് സുവിശേഷത്തിൽ നാം കാണുമ്പോൾ 15-ാം അധ്യായം നോക്കുമ്പോൾ ഹല്ലേലൂയ
ഹാലലിയ 8-9 വാക്യത്തിൽ ഹാലലിയ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. അതായത് അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട് എന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? പ്രിയ മക്കളെ, പരിശുദ്ധാത്മാവാകുന്ന ആത്മീയ വിളക്ക് നാം കത്തിക്കണം. ഹല്ലേലൂയ. നോക്കൂ, അവിടെ മുഴുവൻ പ്രകാശമുള്ളതാക്കി തീർക്കണം. എന്നിട്ടൊരു അടിച്ചുവാരൽ നടത്തണം. എങ്കിൽ മാത്രമേ നഷ്ടപ്പെട്ടത് കിട്ടുകയുള്ളൂ. അതായത് ഒരു ശുദ്ധീകരണം നടത്തണം. നമ്മുടെ ഹൃദയം പ്രകാശമുള്ളതായി തീരുമ്പോൾ ഹല്ലേലൂയ, നമ്മിലുള്ള കുറവുകളൊക്കെ മാറ്റുവാൻ ഒരു ശുദ്ധീകരണം നടത്തിയാൽ ആ നഷ്ടപ്പെട്ടത് എന്തു തന്നെയായാലും അത് ആത്മീയ കണ്ണ് തുറന്നു നോക്കുമ്പോൾ കണ്ടുകിട്ടുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്നെന്താണ് എല്ലാവരുടെ ആത്മീയ കണ്ണ് അടച്ചു വെച്ചിരിക്കുകയാണ്. പ്രിയരെ, നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഈ നഷ്ടം പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുത നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇന്നെന്താണ് ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കുന്നില്ല. നമ്മൾ മറ്റുള്ള കാര്യത്തിന് വേണ്ടി ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കുവാണ്. ആത്മീയ കാര്യത്തിന് നാം മുൻതൂക്കം കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് വേണ്ടുന്നത് പോലെ പ്രകാശിപ്പിക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ, അതായത് ഡിം ലൈറ്റ് ആയിട്ടിരിക്കുക. ഹല്ലേലൂയ. അതായത് നമ്മൾ നന്നായി കാണുന്നുണ്ടോ? അതുമില്ല. കാണാതിരിക്കുവാന്നോ? അതുമല്ല. രണ്ടുമല്ലാത്ത രീതിയിലൂടെ ഇന്ന് ഹല്ലേലൂയ ദൈവമക്കളാവുന്ന നാം ഓരോരുത്തരും തന്നെ കടന്നു പോകുക. പ്രിയ മക്കളെ, നമ്മിൽ നിന്ന് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ വിളക്ക് കത്തിക്കണം. ഹല്ലേലൂയ. പ്രകാശം പരത്തുന്നവരായി തീരണം. ഹല്ലേലൂയ. ഈ പ്രവണത, അതായത് ഹല്ലേലൂയ ഡിം ലൈറ്റ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഹല്ലേലൂയ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ നാം ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം വചനം അന്വേഷിക്കുന്നവരായിരിക്കണം. ദിനംതോറുമുള്ള ദൈവിക വചന ധ്യാനം അന്വേഷിച്ചു പഠിക്കുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടുന്നതല്ല, അതായത് വേറെ എവിടെയും നമ്മളെ മറ്റൊന്ന് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമല്ല. എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യം നാം നോക്കുമ്പോൾ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. പ്രിയ മക്കളെ, നാം അപ്പന്റെ പുസ്തകം ഹല്ലേലൂയ നോക്കുമ്പോൾ, അന്വേഷിച്ചു വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വേണോ, നമ്മുടെ ഹല്ലേലൂയ ഹൃദയത്തിലെ ആവശ്യങ്ങൾ അറിയുന്ന അപ്പൻ, നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്ന അപ്പൻ, നമ്മുടെ ഹല്ലേലൂയ മനോദുഃഖത്തിലാണോ സന്തോഷത്തിലാണോ ഏത് സാഹചര്യത്തിലാണോ നാം ആയിരിക്കുന്നത്, വേണ്ടുന്നത് എല്ലാം ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം അപ്പന്റെ ഹല്ലേലൂയ പുസ്തകം എന്നും ഹല്ലേലൂയ നമ്മൾ ഇത് വായിച്ച് ധ്യാനിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കണം. ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അവിടെയാണ് നമുക്ക് വിടുതൽ കിട്ടുന്നത്. ആ നിത്യത നഷ്ടപ്പെടുത്താതെ നിത്യതയ്ക്ക് വേണ്ടി ദിവസവും നമ്മളെ ഒരുങ്ങി കാത്തിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നോക്കൂ, നമ്മൾ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഇന്നു മുതൽ നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കാം. കർത്താവേ, ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ, ഈ ഭൂമിയിലുള്ളത് ചിന്തിച്ച് എൻ്റെ ഹൃദയം ഹല്ലേലൂയ നഷ്ടമാക്കുവാനോ എൻ്റെ ഹല്ലേലൂയ സമയം നഷ്ടമാക്കുവാനോ അല്ല, എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ ഹല്ലേലൂയ കർത്താവെ തിടുക്കമുള്ളതായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താപ്പച്ചനോരാത്രെ അനുഗ്രഹിക്കണം. ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കണം. വചനം വായിച്ച് പഠിച്ച് ഹല്ലേലൂയ അതിൽ അന്വേഷിക്കുന്നവരായി തീരുവാൻ ദൈവം ഇടയാക്കണം. കർത്താപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട ഓരോ മക്കളുടെ വിഷയത്തിന്മേലും ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.